ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ പലതരം ചിക്കൻ റെസിപ്പികൾ ട്രൈ ചെയ്യാറുണ്ടല്ലേ. എന്നാൽ ചിക്കൻ സ്റ്റിർ ഫ്രൈ ഒക്കെ ഒരു തവണ ഉണ്ടാക്കി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ഇതിന് അഡിക്റ്റ് ആവും കേട്ടോ. കാരണം ഇത് ഉണ്ടാക്കാൻ അത്രയും ഈസിയാണ്, ഒപ്പം അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേയും ഒരു ചിക്കൻ സ്റ്റിർ ഫ്രൈയുടെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി അതൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കല്ലേ. സോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തയ്യാറാക്കാൻ പറ്റും ഒരു ചിക്കൻ ബാർബിക്യൂ സ്റ്റിർ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ചിക്കൻ ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാം. അതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ പാപ്രിക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്താലും മതി. നമ്മുടെ ചിക്കന് നല്ലൊരു ഫ്ലേവറും കളറും കിട്ടാനാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച ശേഷം വേണമെങ്കിൽ ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, ചിക്കനിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഈ വെള്ളം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ചിക്കൻ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്ന ശേഷം അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസിലും സ്റ്റിർ ഫ്രൈയിലും ഒക്കെ ബട്ടർ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ആ ബട്ടറിലോട്ട് കുറച്ച് പൊടിയായി അരിഞ്ഞ് വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 3 കളറിലുള്ള ക്യാപ്സിക്കവും ബ്രക്കോളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവോളയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇത് ചിക്കൻ്റെ കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ആ ഒരു ക്രഞ്ചിനെസ്സും ക്രിസ്പിനെസ്സും എപ്പോഴും വേണം. വെജിറ്റബിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വഴന്നു വന്ന ശേഷം അതിലോട്ട് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബാർബിക്യൂ സോസ് ചേർത്ത് കൊടുക്കാം. സോസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ച് സോസി ആയിട്ട് ഗ്രേവി പോലെ വേണമെന്നുള്ളവർക്ക് സോസ് കുറച്ച് അധികം ഒഴിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ഒരു സ്പൈസിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹോട്ട് ഗാർലിക് സോസും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനാണ് കേട്ടോ, നിർബന്ധമില്ല. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ബാർബിക്യൂ സോസ് മാത്രം ചെയ്താൽ മതി. അതിനുശേഷം എല്ലാം കൂടെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. നല്ല ചൂടോടെ കഴിക്കാൻ ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ബാച്ചിലേഴ്സിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ബാർബിക്യൂ സ്റ്റിർ ഫ്രൈ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയുമാണിത്. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.